കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഹെരോദോസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെരോദോസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൻ ആഗ്രഹിച്ചു, എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെരോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെരോദോസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലി പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദായിക്ക് അനുകൂലമായൊരു അവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപയോഹനാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപയോഹനാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവന് തല കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരമറിഞ്ഞ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദനവും ഒപ്പം ഭാരത കത്തോലിക്ക സഭയിൽ വിശുദ്ധ യുവത്രാവസമയുടെ തിരുനാളും കൂടി ആഘോഷിക്കുന്ന ദിവസമാണ്. ഓർക്കുക, ഈ രണ്ട് വിശുദ്ധരും തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിരുന്നത് ചുറ്റുമുള്ള ജനം എന്തും പറഞ്ഞുകൊള്ളട്ടെ, താൻ തൻ്റെ ജീവിതത്തിൽ ക്രൈസ്തവ മാതൃക വയ്ക്കുന്നത് അത് എത്ര തന്നെ മറ്റുള്ളവർ പിന്തിരിപ്പിച്ചാലും അല്ലെങ്കിൽ എൻ്റെ ജീവൻ വരെ കൊടുക്കേണ്ടി വന്നാൽ പോലും ആ ഒരു മാതൃകയിൽ നിന്നോ അല്ലെങ്കിൽ തമ്പുരാൻ എന്നോട് പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നൊരു മനോഭാവം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഈ ഒരു സുവിശേഷം പരിശോധിക്കുമ്പോഴും പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മളും ഒരു പ്രേക്ഷിതരായിട്ട് അല്ലെങ്കിൽ ഒരു പ്രേക്ഷിത ദൗത്യം നമ്മൾ ഓരോരുത്തരെയും സ്വീകരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ. സ്നാപയോഹന്നാൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്നാപയോഹന്നാൻ അറിയപ്പെട്ടിരുന്നുകൊണ്ട് മരുഭൂമിയിലെ വിളിച്ചൂതുന്ന ഒരു സ്വരമെന്നാണ്. അല്ലെങ്കിൽ ഓരോ മനുഷ്യരെയും കാണുമ്പോൾ പറയുന്നത് നിങ്ങൾ അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്നാണ്. ഒപ്പം യുവപ്രാസമയുടെ ജീവിതം പരിശോധിക്കുമ്പോഴും ആ ഒരു അമ്മ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുന്ന അമ്മ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ്. ഓരോ നിമിഷവും ചുറ്റുമുള്ള കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും തൻ്റെ ജീവിതം കൊണ്ട് പലപ്പോഴായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു സുവിശേഷം പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമ്മൾ ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവത്തിലൂടെ പോകാറുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നതും പിന്തിരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവർ നിർബന്ധിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ പോലും നമ്മൾ മാറ്റാറുണ്ട്. പക്ഷേ അവിടെ ഓരോ നിമിഷവും നമ്മൾ വ്യത്യസ്തരാകേണ്ടത് നമ്മൾ ക്രൈസ്തവരാണെന്നും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്നും തിരിച്ചറിവിൽ ആ ഒരു സ്വീകരണം പലപ്പോഴും നമ്മൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം. കാരണം പലപ്പോഴും നമ്മുടെ മൂല്യങ്ങൾക്കെതിരായുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും പലപ്പോഴും ഈ പറഞ്ഞതുപോലെ തമ്പുരാനെ സ്നേഹിക്കാത്ത പക്ഷത്തിൽ ചേരുന്ന ഓരോ ആൾക്കാരും ചെയ്യുന്ന പല അനീതികളും അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പലതും നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെതിരെ സ്വരമുയർത്താനും അതിനെതിരെ നിൽക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതം വരെ അതിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന് വേണ്ടി എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം കൊടുക്കാൻ പറ്റി എന്നുള്ള തിരിച്ചറിവ്, ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക എന്നതാണ് തമ്മിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുക. സുവിശേഷം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ മനുഷ്യരെ യഥാർത്ഥത്തിൽ അവർക്ക് ചെയ്യാമായിരുന്ന നന്മ പലപ്പോഴായിട്ട് അവർ മാറ്റിവെക്കുന്നുണ്ട്.
കാരണം ഒരു ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവത്തിൽ ആ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതൊരു രാജാവ് എന്ന രീതിയിൽ അത് തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ഓരോരുത്തരും എന്ത് വിചാരിക്കുമെന്ന രീതിയിൽ പലപ്പോഴായിട്ട് സ്വന്തം തീരുമാനങ്ങൾ വരെ മാറ്റുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യവും തമ്പുരാനിലേക്ക് ചേർന്ന് ഓരോ കാര്യം ചെയ്യുമ്പോഴും ചുറ്റുമുള്ള ഓരോ വ്യക്തികളും നമ്മുടെ സാഹചര്യങ്ങളും പലപ്പോഴും നമുക്ക് എതിരായിട്ട് വരുമ്പോഴും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന തോന്നലിൽ പലപ്പോഴും തമ്പുരാൻ്റെ ആ ഒരു സ്വരശയിൽ നിന്ന് പലപ്പോഴും നമ്മൾ അകന്നു പോകാറുണ്ട്. ഇവിടെയാണ് സ്നാപയോഹന്നാൻ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകുന്നത്. തൻ്റെ കൺമുമ്പിൽ കണ്ട ആ ഒരു വിരാധം പലപ്പോഴായിട്ട് ഏറ്റുപറഞ്ഞ് ആ ഒരു മനുഷ്യരെ തിരുത്താൻ ആഗ്രഹിച്ച് അവർ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ സത്യത്തെ അവർ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ ജീവൻ പോലും പോകുമെന്നുള്ളൊരു കാരണത്താൽ പോലും ആ ഒരു സത്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും പുറകോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു തിരുത്തൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വീകരിക്കുന്നില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആൾക്കൂട്ടങ്ങൾ പല കാര്യങ്ങളും നമ്മൾ നിർബന്ധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളും നമ്മുടെ തീരുമാനങ്ങൾ വരെ പലപ്പോഴും മാറ്റാൻ നമ്മളെ നിർബന്ധിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനെ മറ്റുള്ളവർ കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഓരോ ജീവിതത്തിലും പൂർണ്ണത നമ്മൾ കൈക്കൊള്ളാൻ നമ്മൾ കടപ്പെട്ടവരാണ്. കാരണം ഈ രണ്ട് വിശുദ്ധരെയും പരിശോധിക്കുമ്പോൾ അവർ ജീവിതം കൊണ്ട് എങ്ങനെ ക്രിസ്തുവിനെ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുന്ന വാസത്തിൽ തന്നെ അവർ പലപ്പോഴും വിശുദ്ധരായിട്ട് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരും ജീവിതം പരിശോധിക്കുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ ജീവിതമായിട്ട് നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഓർക്കണം. കാരണം ഈ രണ്ട് വിശുദ്ധരും തൻ്റെ ജീവിതത്തിലുടനീളം തന്നെ ഒരുപക്ഷെ സത്യം വിളിച്ചു പറഞ്ഞതുകൊണ്ടും അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ടും പലപ്പോഴും മറ്റുള്ളവരെ പേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഭയത്തോടു കൂടിയിട്ടാണ് അവർ മനുഷ്യരെ പലപ്പോഴും കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, പലപ്പോഴാണ് ഈ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു ഉറപ്പ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നാണ്. നമ്മൾ ഇത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ഞാൻ ചെറുതാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ കെൽപ്പുള്ളവനാകുമെന്ന് പരാതി പറയുമ്പോൾ ജെറമ്യാ പ്രവാചകനെ സാന്ത്വനമേകി ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ആകുലതപ്പെട്ടു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു മനോഭാവമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന ഒരു ചിന്താരീതിയാണ്, ഞാൻ ഒറ്റയ്ക്കല്ലേ, അല്ലെങ്കിൽ ഞാനിതെങ്ങനെ ചെയ്യാൻ എനിക്ക് കെൽപ്പുള്ളവനാകുമെന്നുള്ള പരാതിയിൽ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാറുണ്ട്. അവിടെ നമ്മൾ ഓരോരുത്തരോടും തമ്പുരാൻ പറയുന്നതും ആത്മവിശ്വാസത്തോടെ ചേർത്ത് പിടിച്ച് നമ്മളോട് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നാണ്. ഈ രണ്ട് വിശുദ്ധരും തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം സ്വീകരിച്ച് ആ ഒരു വ്യക്തിമുദ്രയോടുകൂടി ഓരോ നിമിഷവും തൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒരു ദൈവാശ്രയ മനോഭാവം, അല്ലെങ്കിൽ തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ളൊരു പൂർണ്ണത അവർ രണ്ടുപേരും ജീവിതത്തിൽ സ്വീകരിച്ചിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഈ ഒരു കാര്യം ഏറ്റുപറയുന്നെങ്കിലും, അല്ലെങ്കിൽ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒന്നിനെ പറ്റിയും ഭയപ്പെടുകയില്ല എന്ന് പലപ്പോഴും പറയുമ്പോഴും ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പല അവസ്ഥാന്തരങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ഒരു മനോഭാവത്തിൽ നിന്ന് പുറകോട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവരോട് തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എന്തിന് ഭയപ്പെടുന്നു നമ്മൾ പലപ്പോഴും പറയുമ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിപരമായ സാഹചര്യം കടന്നു വരുമ്പോൾ പലപ്പോഴും ആ ഒരു മനോഭാവത്തിൽ നിന്ന്, ആ ഒരു വിശ്വാസത്തിൽ നിന്ന്, ആ ഒരു പ്രത്യാശയിൽ നിന്ന് പലപ്പോഴും നമ്മൾ പുറകോട്ട് പോകാറുണ്ട്. ഓർക്കുക, ജീവിതത്തിൽ തമ്പുരാൻ നമുക്കൊരു വാഗ്ദാനം തരുന്നുണ്ടെങ്കിൽ അത് 100 അല്ല 200% വരെ തമ്പുരാൻ ആ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ ആ ഒരു സൂക്ഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുമെന്നുള്ള കാര്യം എപ്പോഴും ചേർത്ത് വയ്ക്കാം. അത് ഈ രണ്ട് വിശുദ്ധർ മാത്രമല്ല, നമ്മൾ ഏതൊരു വ്യക്തിയെ പരിശോധിച്ചാലും, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിച്ച ഓരോ വിശുദ്ധരെ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. തമ്പുരാൻ അവൻ്റെ വാഗ്ദാനങ്ങൾ 100% നിറവേറ്റുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ഈ രണ്ട് വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശിഷ്യത്വത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന അനുയായികൾ എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം, മാറ്റി നിർത്തിയേക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ ഹനിക്കേണ്ടി വരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അവിടെയെല്ലാം ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ്
ക്രിസ്തുവിനെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.